ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതങ്ങളിൽ ഒന്നാണ് ചന്ദ്രൻ പിളർന്ന സംഭവം. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന് തെളിവായി അള്ളാഹു നൽകിയ ഒരു വലിയ ദൃഷ്ടാന്തമാണിത്. മക്കയിലെ ഖുറൈശികൾ പ്രവാചകൻ്റെ പ്രബോധനത്തെ എതിർക്കുകയും അദ്ദേഹം സത്യപ്രവാചകനാണെങ്കിൽ തങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ ഒരു അത്ഭുതം കാണിച്ചു തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചന്ദ്രന് നേരെ വിരൽ ചൂണ്ടുകയും അത് 2 ഭാഗങ്ങളായി പിളരുകയും ചെയ്തു. ഈ സംഭവം നടന്നത് ഹിജറയുടെ 5 വർഷങ്ങൾക്ക് മുമ്പ് മിനായിൽ വെച്ചാണ്. ചന്ദ്രൻ 2 കഷ്ണങ്ങളായി മാറുകയും ഹിറാ പർവ്വതം ആ 2 കഷ്ണങ്ങൾക്കിടയിലായി ദൃശ്യമാവുകയും ചെയ്തു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രമുഖരായ പ്രവാചകൻ്റെ അനുയായികൾ ഈ സംഭവത്തിന് സാക്ഷികളാണ്. ഇത് അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ്. ഇത് ഖുർആനിലെ സൂറത്തുൽ ഖമറിൽ വിവരിക്കുന്നുണ്ട്. എന്നാൽ മക്കയിലെ അവിശ്വാസികൾ ഈ കാഴ്ച നേരിട്ട് കണ്ടെങ്കിലും ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ജാലവിദ്യയാണെന്ന് അവർ വാദിച്ചു. ഇത് ജാലവിദ്യയാണെങ്കിൽ അതിൻ്റെ കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ അവർ മക്കൾക്ക് പുറത്ത് കച്ചവടം ചെയ്ത് മക്കയിലേക്ക് തിരിച്ചു വരുന്ന വ്യാപാരികളോട് ചോദിച്ചു. അവരും ചന്ദ്രൻ പിളർന്നത് കണ്ടു എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നാൽ മക്കയിലെ പ്രമുഖ നേതാവായ അബൂജഹലിനെ പോലുള്ള നേതാക്കൾ ഇത് വിശ്വസിക്കാൻ തയ്യാറായില്ല. ഈ സംഭവത്തിൻ്റെ ദൃക്സാക്ഷികളെപ്പറ്റി കൂടുതൽ അറിയാൻ ഇബ്നു കസീറിൻ്റെ ചരിത്രരേഖയായ അൽ ബിദായ വൻ നിഹായ എന്ന ചരിത്ര പുസ്തകത്തിൽ ഇങ്ങനെ കാണാം. ഇതിൽ സിറിയ, പേർഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ വ്യാപാരികൾ കച്ചവടം കഴിഞ്ഞ് മക്കയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഇക്കാര്യം മക്കയിലെ ഖുറൈശികൾ അന്വേഷിച്ചു. അവർ ഈ പ്രതിഭാസം നേരിൽ കണ്ടതായി സമ്മതിച്ചുവെന്നത് കാണാം. ചന്ദ്രൻ ഉദിച്ചു നിന്ന മറ്റ് പല രാജ്യങ്ങളിലും ദേശങ്ങളിലും ഈ ദൃശ്യം കൃത്യമായി കണ്ടു എന്നതും ഈ ചരിത്രരേഖയിൽ നിന്ന് വ്യക്തമാകുന്നു. ഇത് മക്കയിൽ മാത്രമല്ല, മക്കയിൽ നിന്ന് 8000-ലധികം കിലോമീറ്റർ അകലെയുള്ള നമ്മുടെ കൊച്ചു കേരളത്തിലും ഈ സംഭവം ദൃശ്യമായി എന്നതിൻ്റെ വ്യക്തമായ രേഖകൾ ലണ്ടനിലെ ഇന്ത്യൻ ഓഫീസ് ലൈബ്രറിയിൽ സൂക്ഷിച്ചിട്ടുള്ള അറബിക് 2807 എന്ന കയ്യെഴുത്തു പ്രതിയിൽ വ്യക്തമായി കാണാം. ഈ ചരിത്രരേഖയിൽ പറയുന്നത് കേരളത്തിലെ ചേരമാൻ പെരുമാൾ രാജാവിനെ പറ്റിയാണ്. അദ്ദേഹം രാത്രിയിൽ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലിരിക്കുമ്പോൾ ആകാശത്ത് ചന്ദ്രൻ 2ആയി പിളർന്ന് 2 കഷ്ണങ്ങളായി മാറുന്ന ഈ സംഭവത്തിന് അദ്ദേഹം സാക്ഷിയായതാണ്. ഇതൊരു വലിയ അത്ഭുതമായി കരുതിയ അദ്ദേഹം തൻ്റെ രാജ്യത്തിലെ ജ്യോതിഷികളോടും പണ്ഡിതന്മാരോടും ഇതിനെപ്പറ്റി അന്വേഷിച്ചു. എന്നാൽ അവർക്ക് വ്യക്തമായ മറുപടി നൽകാൻ കഴിഞ്ഞില്ല. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മക്കയിൽ നിന്ന് വന്ന ഷെയ്ഖ് ഷറഫ് ഇബ്നു മാലിക്കിൻ്റെ നേതൃത്വത്തിൻ്റെ കീഴിലുള്ള വ്യാപാര സംഘത്തെ ചേരമാൻ പെരുമാൾ രാജാവ് കാണുകയും അവർ പറഞ്ഞതനുസരിച്ച് ആ ചന്ദ്രൻ്റെ പിളർപ്പിൻ്റെ യാഥാർത്ഥ്യം ദൈവനിശ്ചയത്താൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൻ്റെ തെളിവിൻ്റെ അത്ഭുത സിദ്ധിയാണെന്നും അദ്ദേഹം അവരിൽ നിന്ന് മനസ്സിലാക്കി. താൻ കണ്ടത് സത്യമാണെന്ന് ബോധ്യപ്പെട്ട രാജാവ് തൻ്റെ രാജ്യം മക്കൾക്കും ബന്ധുക്കൾക്കും വിഭജിച്ചു നൽകി. രഹസ്യമായി അദ്ദേഹം ഒരു കപ്പലിൽ അറേബ്യയിലേക്ക് യാത്ര തിരിച്ചു. പിന്നീട് അദ്ദേഹം മക്കയിലെത്തുകയും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കാണുകയും ചെയ്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈപിടിച്ചു അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് താജുദ്ദീൻ എന്ന പേര് നൽകിയതായും
ചരിത്രരേഖയിൽ വിശദീകരിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കണ്ട രാജാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പാത്രം ഇഞ്ചി അച്ചാർ സമ്മാനമായി നൽകി. പ്രവാചകൻ അത് തൻ്റെ അനുയായികൾക്ക് ഓരോ കഷ്ണങ്ങളായി വീതിച്ചു. ഇത് ഇമാം ഹാക്കിം തൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഇസ്ലാം പ്രചരിപ്പിക്കാനായി ഒരു സംഘത്തോടൊപ്പം അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങാൻ യാത്ര തുടങ്ങി. എന്നാൽ ഒമാനിലെ സലാലയിൽ വെച്ച് അദ്ദേഹം രോഗബാധിതനായി മരണപ്പെട്ടു. മരണത്തിന് മുമ്പ് അദ്ദേഹം തൻ്റെ കൂടെയുള്ളവർക്ക് കേരളത്തിലെ ഭരണാധികാരികൾക്ക് നൽകാനായി കത്തുകൾ കൈമാറി. ഈ കത്തുകളുമായി കേരളത്തിലെത്തിയ മാലിക് ബിൻ ദിനാറും സംഘവുമാണ് പിന്നീട് കൊടുങ്ങല്ലൂരിൽ ആദ്യത്തെ മുസ്ലിം പള്ളി നിർമ്മിച്ചത്. ഈ ചന്ദ്രൻ്റെ പിളർപ്പ് ചിലയിടങ്ങളിൽ ദൃശ്യമാകാത്ത സ്ഥലങ്ങളുണ്ട്. അതായത് ആ രാത്രിയിൽ മറ്റു പല രാജ്യങ്ങളിലും മോശമായ കാലാവസ്ഥ കൊണ്ടും ആകാശം മൂടപ്പെട്ടതുകൊണ്ടുമാണ്. ചില രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് 7-ാം നൂറ്റാണ്ടിൽ, അക്കാലത്തെ പല ഗോത്രവർഗക്കാരും ആകാശത്ത് അസ്വാഭാവികമായ മാറ്റങ്ങൾ കണ്ടാലും അത് ദൈവകോപമായി കരുതി ഭയപ്പെട്ട ഇരുന്ന കാലമായതുകൊണ്ട് അവ കൃത്യമായി എഴുതി വെക്കുന്ന രീതി അക്കാലത്ത് കുറവായിരുന്നു. എന്നാൽ ചിലയിടങ്ങളിൽ സമയവ്യത്യാസമുള്ളതുകൊണ്ടും ദൃശ്യം കാണാൻ കഴിയാത്ത രാജ്യങ്ങൾ ഉണ്ട്. ഉദാഹരണത്തിന് മക്കയിൽ രാത്രിയായ സമയത്ത് അമേരിക്കയിലും കിഴക്കൻ ഏഷ്യയുടെ ചില ഭാഗങ്ങളിലും പകലോ അല്ലെങ്കിൽ ചന്ദ്രൻ ഉദിക്കാത്ത സമയമോ വന്നതിനാൽ ഈ ദൃശ്യം നഷ്ടപ്പെട്ടവരുണ്ട്. ശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഏകദേശം 300 കിലോമീറ്റർ നീളത്തിൽ നേർരേഖയിലുള്ള ഒരു വലിയ വിള്ളലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെ റീമ അരിയാഡസസ് എന്നാണ് വിളിക്കുന്നത്. ഇത് നേർരേഖയിൽ കാണപ്പെടുന്നു എന്നായതുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചന്ദ്രൻ പിളർത്തിയ സംഭവമായി ചിലർ കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും ആധുനിക ശാസ്ത്രം അതിനെപ്പറ്റി ഇന്നും ഗവേഷണത്തിലാണ്. എന്നാൽ ഖുർആനിൽ പരാമർശിച്ച പല കാര്യങ്ങളും പിന്നീട് സത്യമാണെന്ന് ശാസ്ത്രലോകം തെളിയിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് സൂര്യൻ്റെ ഭ്രമണം, അന്തരീക്ഷത്തിൻ്റെ സംരക്ഷണം, മനുഷ്യൻ്റെ വിരലടയാളം എന്നിവ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച സത്യം പിൽക്കാലത്താണ് ശാസ്ത്രം തെളിയിച്ചത്. ചന്ദ്രൻ പിളർന്ന കാര്യത്തിലും ഭാവിയിൽ ഒരുപക്ഷെ ശാസ്ത്രത്തിന് പുതിയ തെളിവുകൾ കൂടുതൽ ലഭിച്ചേക്കാം. കാരണം ശാസ്ത്രം പടിപടിയായി എപ്പോഴും വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇന്നലെ കണ്ട ചില സത്യങ്ങൾ നാളെ കൂടുതൽ മെച്ചപ്പെട്ട തെളിവുകൾ ലഭിക്കുമ്പോൾ അത് തിരുത്തപ്പെടാറുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്ന വാദം പുരാതന കാലത്ത് ടോളമിയെ പോലുള്ള ശാസ്ത്രജ്ഞന്മാർ വിശ്വസിച്ചിരുന്നു. ഏതാണ്ട് 1500 വർഷത്തോളം ലോകം അത് വിശ്വസിച്ചു. പിന്നീട് കോപ്പർനിക്കസ്, ഗലീലിയോ എന്നിവർ ടെലസ്കോപ്പ് ഉപയോഗിച്ച് നടത്തിയ നിരീക്ഷണങ്ങളിലൂടെ ഈ വാദം തെറ്റാണെന്ന് കണ്ടുപിടിച്ചു. സൂര്യനാണ് കേന്ദ്രമെന്നും ഭൂമി അതിനെ വലം വെക്കുകയാണെന്നും അവർ തെളിയിച്ചു. അതോടെ പഴയ ഭൂമിയാണ് കേന്ദ്രം എന്ന വാദം തെറ്റാണെന്ന് ലോകം അംഗീകരിച്ചു.